ലക്ഷ്മി നാരായണ വിദ്യാനികേതൻ പാലപ്പുറം ആൻഡ് ലക്ഷ്മി നാരായണ ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ പാക് തീവ്രവാദികളുടെ ആക്രമണത്തിൽ വെടിയേറ്റ് മരിച്ച മലയാളി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾക്കും വീരമൃത്യു വരിച്ച ജവാന്മാർക്കും കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ജമ്മു കശ്മീരിലെ പഹൽഗാമിലും മറ്റ് സ്ഥലങ്ങളിലും പാക് തീവ്രവാദികളുടെ ആക്രമണത്തിൽ വെടിയേറ്റ് മരിച്ച മലയാളി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾക്കും വീരമൃത്യു വരിച്ച ധീര ജവാന്മാർക്കും കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റി ആദരാഞ്ജലികൾ അർപ്പിച്ചു. സെക്രട്ടറി ശ്രീ ഹരികൃഷ്ണൻ ചോലയിൽ, വൈസ് പ്രസിഡന്റ് ശ്രീ ദാസ് എസ്, ട്രഷറർ ശ്രീ വേലു കെ, ജോയിന്റ് സെക്രട്ടറി ശ്രീ മോഹൻദാസ് കെ എം എന്നിവർ അനുശോചന പ്രഭാഷണം നടത്തി. ആളുകളുണ്ടായിരുന്നു, 2 വിദേശികളുണ്ടായിരുന്നു. 26 പേരാണ് അന്ന് അവിടെ ജീവൻ നഷ്ടപ്പെട്ടത്. ആളുകളോട് മതം ചോദിച്ചുകൊണ്ടും അതുപോലെ തന്നെ സ്ത്രീകളെ എല്ലാം മാറ്റി നിർത്തി. എന്തോ നല്ലൊരു ഭാഗ്യം തന്നെയാണ്, സ്ത്രീകളെയും കുട്ടികളെയും അവർ ഉപദ്രവിച്ചില്ല. ആ ബൈസരൻ വാലി എന്ന് പറയുന്നത് ഒരു ഇടുങ്ങിയ സ്ഥലമാണ്. അവിടെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും അവിടെ സർവീസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. പല സ്ഥലങ്ങളിലും കാശ്മീരിൽ ഞാൻ 7 വർഷം അവിടെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ 7 വർഷത്തിനിടയ്ക്കിൽ പല സ്ഥലത്ത് ശ്രീനഗർ മുതൽ സോണാമാർഗ് മുതൽ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം നമുക്കറിയാം, എത്തിപ്പെടാൻ ഇന്ന് ആർമി എന്ന് പറയുന്ന ഒരു രക്ഷ കരുതിയാണ് പല ടൂറിസ്റ്റുകളും അവിടെ എത്തിച്ചേരുന്നത്. പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട്, കുതിരപ്പുറത്ത് 3-4 മണിക്കൂറെല്ലാം കുട്ടികളെയും കൂട്ടി അങ്ങനെ എത്തിച്ചേരുന്ന അവിടെ നിന്ന് ഈ തീവ്രവാദികൾ അവിടെ എത്തിച്ചേർന്നത് എങ്ങനെയെന്നുള്ളത് നമുക്കെല്ലാവർക്കും ആലോചനാ വിഷയമാണ്.